ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങൾ തമ്മിൽ കണ്ട പോലെ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നാർസിസിസ്റ്റിക് വിക്ടിംസിൽ ഇനി ഒരു മാരേജിലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇനി ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ഈ നാർസിസം എന്ന് പറയുന്ന നാർസിസ്റ്റിക് അബ്യൂസ് എന്ന് പറയുന്ന സർവൈവ് ചെയ്ത് വരാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിൽ ചിന്തിച്ചിരുന്നിടത്ത് നിന്നും ഇപ്പോൾ ആ സർവൈവ് ചെയ്ത് വന്നു അല്ലെങ്കിൽ അത് മറികടന്ന് വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങളിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയൊരാൾ വന്നിട്ടുണ്ടായിരിക്കാം, വളരെ കൈൻഡ് ആയിട്ടുള്ള വളരെ സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന വളരെ നല്ലൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരും, ഓക്കെ ഞാൻ ഇനി അടുത്ത റിലേഷൻഷിപ്പിലേക്ക് കടക്കണോ, ആ ആളിൻ്റെ കൂടെ ഒരു ജീവിതം ഇനി എനിക്ക് ജീവിക്കണം, പക്ഷെ എങ്ങനെ ഞാൻ ജീവിക്കും, എനിക്ക് പഴയതുപോലെ ആൾക്കാരെ വിശ്വസിക്കാനായിട്ട് സാധിക്കുമോ, സേഫ് ആയിട്ടുള്ളൊരു ലൈഫ് എനിക്ക് ലീഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ. ഇതൊക്കെ ഇങ്ങനെ ഒരാൾ വന്നില്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ഈ അബ്യൂസ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നേക്കാവുന്ന, നിങ്ങൾക്ക് തോന്നിയേക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും നിർണായകമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിക്കവറിയിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതൊരു വളരെ എന്താ പറയുക അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഇത് കൃത്യമായി മനസ്സിലാക്കിയില്ല എങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും നിങ്ങൾ വ്യക്തമായിട്ട് ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. കാരണം സൈക്കോളജിക്കലായിട്ടുള്ള ഈ മേഖലയിലുള്ള സ്റ്റഡീസിലും റിസർച്ചിലും എല്ലാം വ്യക്തമായി പറയുന്നുണ്ട്, നാർസിസിസ്റ്റിക് വിക്ടിംസിൽ വളരെ ഹൈ സാധ്യതയാണ്, ഹൈ റിസ്ക് ആണ് തൊട്ടടുത്ത റിലേഷൻഷിപ്പ് നിങ്ങൾ പോകുന്നത് ഇതുപോലെ ടോക്സിക് ആയിട്ടുള്ള അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യത. അതിനെന്താ കാരണം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു വിക്ടിമായി ഇരിക്കുന്നതുകൊണ്ട്, അബ്യൂസീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചത് കൊണ്ട് മാത്രമല്ല, നിങ്ങൾ ടോക്സിസിറ്റി നോർമലൈസ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നിങ്ങളുടെ ബ്രെയിൻ ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇനി നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ലവ് സ്റ്റോറി തന്നെ ആയിരിക്കണം. അതൊരു ഹൊറർ സ്റ്റോറി ഒരിക്കലും ആവാൻ പാടില്ല. അതൊരിക്കലും ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ട്രാപ്പ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള എഫക്റ്റ് ആണ്. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു നാർസിസിസ്റ്റിന്റെ അബ്യൂസ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നവരായതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി അടുത്ത നോക്കുന്ന ആളില് സ്വാഭാവികമായിട്ടും ഈ നാർസിസിസ്റ്റിന്റെ, നിങ്ങൾ നേരിട്ട നാർസിസിസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളിനെ ആയിരിക്കും നിങ്ങൾ നോക്കുന്നത്. അപ്പൊ നിങ്ങൾ നേരിട്ട നാർസിസിസ്റ്റ് ഒരു വളരെ അഗ്രസീവ് ആയിട്ടുള്ള, വളരെ ലൗഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, വളരെ പാസീവ് ആയിട്ടുള്ള, ക്വയറ്റ് ആയിട്ടുള്ള ഒരാളിനെ ആയിരിക്കും നിങ്ങൾ നോക്കുക. നേരെ മറിച്ച് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള നാർസിസ്റ്റിക് വിക്ടിം ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളെ വിക്ടിം ആക്കിയിട്ടുള്ള നാർസിസ്റ്റ് ഒരു റിച്ച് ആയിട്ടുള്ള ആയിരുന്നെങ്കിൽ, അയാൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ, പൈസയുടെ ഹുങ്ക് കാണിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ, നിങ്ങൾ ഇപ്പുറത്ത് അടുത്തത് ഇനി നോക്കുന്നത് വളരെ സ്ട്രഗിളിംഗ് ആയിട്ടുള്ള, നിങ്ങളെ ആവശ്യമുള്ള ഒരാളെ ആയിരിക്കും, വളരെയധികം കഷ്ടപ്പെടുന്ന ഒരാളെ ആയിരിക്കും. ഇവിടെ നിങ്ങളൊരു ചോയ്സ് എടുക്കുകയാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിലും ഇതൊരു സൈക്കോളജിക്കൽ റിയാക്ഷൻ ആണ്. ഇതിനെ റിയാക്ഷൻ ഫോർമേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അടുത്ത് ചൂസ് ചെയ്യുന്ന ആള് നിങ്ങളുടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള എക്സിനെ പോലെ അല്ല എന്നുണ്ടെങ്കിലും അയാൾ ഹെൽത്തി ആവണം എന്നില്ല. നിങ്ങൾ ചിലപ്പോൾ ഒരു മാലിഗ്നന്റ് നാർസിസ്റ്റിന്റെ അടുത്തത് ഒരു കോവേർട്ട് നാർസിസ്റ്റിലേക്ക് ആയിരിക്കാം പോകുന്നത്, അല്ലെങ്കിൽ ഒരു കോവേർട്ട് നാർസിസ്റ്റിനെ പോലെ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു ടോക്സിക് ആയിട്ടുള്ള ആളിന്റെ അടുത്തേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. എന്നാൽ ഈ പറയുന്ന ആൾ കുറച്ച് ക്വയറ്റ് ആയിട്ടുള്ള ആളായതുകൊണ്ടും മറ്റേ ആളിനെ പോലെ അത്രയും അരഗന്റ് അല്ലാത്തത് കൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ് നാർസിസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഇയാൾ എന്നുള്ള ഫീലിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കാനാണെങ്കിൽ നമുക്കൊരു പേരിടാത്ത പെൺകുട്ടിയുടെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കാം. ഈ പറയുന്ന പെൺകുട്ടി ആദ്യം റിലേഷൻഷിപ്പിലായിരുന്ന നാർസിസ്റ്റ് എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള ആളും ഒരു വലിയ കമ്പനിയുടെ CEO ഒക്കെ ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇരുന്ന് വളരെയധികം അബ്യൂസ് അനുഭവിച്ച ശേഷം തൊട്ടടുത്ത റിലേഷൻഷിപ്പിലേക്ക് ഇവർ കടന്നു കഴിഞ്ഞപ്പോൾ, അവർ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വന്ന ശേഷം അധികം ഗ്യാപ്പ് എടുക്കാതെ തന്നെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയത് ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള, ഒരു ക്വയറ്റ് ആയിട്ടുള്ള ആളോടായിരുന്നു. ആ ആളെന്ന് പറയുന്നത് എന്താ പറയുക, അദ്ദേഹത്തിന് ജോലിയൊന്നുമില്ല, സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ വളരെ ഡിപ്പെൻഡന്റ് ആയിരുന്നു ഈ വ്യക്തിയോട്. അപ്പോൾ ഈ രണ്ടാമത്തെ ആള് വളരെ ആദ്യത്തെ ആളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ പെൺകുട്ടിക്ക് വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളായിട്ടാണ് ഫീൽ ചെയ്തത്. വളരെ ക്വയറ്റ് ആണ്, അതുപോലെ അരഗന്റ് അല്ല എന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്തതെങ്കിലും ഈ ആള് പതുക്കെ ഏതാണ്ട് റിലേഷൻഷിപ്പിലേക്ക് കടന്നൊരു 6 മാസം കഴിയുമ്പോൾ
വീണ്ടും കൂടുതൽ ഡിപ്പെൻഡന്റ് ആവാൻ തുടങ്ങുകയും പിന്നെ അങ്ങോട്ട് ഒരു പാരസൈറ്റ് ആയി മാറുകയും സ്വന്തമായിട്ട് ജോലി ചെയ്യാതെ ഫിനാൻഷ്യലി ഈ പെൺകുട്ടിയെ കംപ്ലീറ്റ്ലി ഊറ്റിയെടുക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയായി മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ച കാണേണ്ടി വന്നു, അല്ലെങ്കിൽ ഈ പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്നു. ഇത് ജസ്റ്റ് ഒരു ഉദാഹരണം പോലെ ഞാൻ പറഞ്ഞാണ്. ഇത് ഒരുപാട് പേരുടെ ലൈഫിൽ ഇപ്പോൾ റിയൽ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ രണ്ടാമത്തെ റിലേഷൻഷിപ്പ് നാർസിസ്റ്റിക് അബ്യൂസ് കഴിഞ്ഞിട്ട് വീണ്ടും ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും തന്നെ ടോക്സിക് ആയിട്ടുള്ള ഒരാളുടെ അടുത്തേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം. ഇവിടെ ഈ ഓപ്പോസിറ്റ് എന്ന് പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതിൽ ഒരു പിഴവ് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു മിഡിലാണ് നോക്കേണ്ടത്. ഇനി ഒരാളിനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളിനെ എല്ലാം നോക്കേണ്ടത്. എന്താണ് ഇതിലെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചൂസ് ചെയ്യുന്ന ആള് ഇമോഷണലി ഇന്റലിജന്റ് ആയിരിക്കണം. അയാൾ ഇമോഷണലി ഇന്റലിജന്റ് ആയാൽ അയാൾക്ക് ഇമോഷണലി നിങ്ങൾക്ക് അവൈലബിൾ ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തരാനായിട്ട് ആ വ്യക്തിക്ക് കഴിയുള്ളൂ. അല്ലാതെ ഇയാള് എൻ്റെ എക്സ് നാർസിസ്റ്റിനെ പോലെ റേജ് കാണിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അയാൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആകുന്നില്ല, അയാൾ ടോക്സിക് അല്ലാതാവുന്നില്ല. രണ്ടാമത്തെ കാര്യം, കൃത്യമായിട്ടുള്ള ഹീലിംഗ് നിങ്ങൾ സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ സമാധാനത്തോടു കൂടിയുള്ള ഒരു റിലേഷൻഷിപ്പ് ബോർഡമായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം ചിലപ്പോൾ ഇറക്കാൻ കൈപ്പുള്ള ഒരു ഗുളിക പോലെ ആയിരിക്കാം ഫീൽ ചെയ്യുന്നത്. പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു റോളർ കോസ്റ്റർ ആയിട്ടുള്ള ഇമോഷനിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ റിലേഷൻഷിപ്പിൽ നിന്ന് വരുന്നത്. ഈ ഒരു ഇത്രയും ലോങ് ടേമിൽ ഒരു നാർസിസ്റ്റിക് അബ്യൂസിൽ നിന്ന് വരുമ്പോൾ പിന്നീട് അങ്ങോട്ട് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ കടന്നു കഴിഞ്ഞാലും അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് ബോറായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നാർസിസ്റ്റിക് അബ്യൂസിന് ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഹോർമോണൽ ഇംബാലൻസ് തന്നെയാണ്. നിങ്ങളുടെ ബ്രെയിനിലെ കോർട്ടിസോളും ഡോപ്പമിനും വളരെ അൺഹെൽത്തി ആയിട്ടുള്ള സ്പൈക്കിലൂടെ കടന്നു പോയിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിനിടയ്ക്ക്. പിന്നെ നിങ്ങളൊരു ഹെൽത്തി ആയിട്ടുള്ള ആളിനെ കണ്ടുമുട്ടുമ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങൾ തന്നെ ഉറച്ചു നിൽക്കുന്ന, പ്രവൃത്തിയിലും അതുപോലെ തന്നെ കാണിക്കുന്ന കൺസിസ്റ്റന്റ് ആയിട്ടുള്ള, റിലയബിൾ ആയിട്ടുള്ള, വളരെ കാം ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ഓൾറെഡി നാർസിസ്റ്റിക് അബ്യൂസ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള നിങ്ങളുടെ ബ്രെയിനിന് ആ ഒരു കിക്ക് കിട്ടില്ല, ആ ഒരു കെമിക്കൽ ഹിറ്റ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളിനിടയ്ക്ക് ഉണ്ടാകുന്ന ആ സമാധാനത്തോടുള്ള റിലേഷൻഷിപ്പിനെ ഒരു കെമിസ്ട്രി ഇല്ലായ്മയും സ്പാർക്ക് ഇല്ലായ്മയും ആയിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിൽ നിങ്ങളെ ആദ്യത്തെ നാർസിസ്റ്റ് നിങ്ങൾക്ക് തന്ന വളരെ റോങ് ആയിട്ടുള്ള കണ്ടീഷനിങ്ങും മാനിപ്പുലേഷനും ഒരു കാരണം തന്നെയാണ്. ഈ ആൻസൈറ്റി, എക്സൈറ്റ്മെന്റ്, ആ ഒരു മിക്സ്ചർ ഈ ഒരു സാധനത്തിന് എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത്? ഇവിടെയാണ് നിങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യം അൺലേൺ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് തിരുത്തി പറയേണ്ടതും തിരുത്തി മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സമാധാനമുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ബോർഡം അല്ല, അല്ലെങ്കിൽ ബോർഡം എന്ന് പറയുന്നത് അതല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ് പോവേണ്ടത്. ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പും വളരെ ഹെൽത്തി ആയിട്ടുള്ള ലവും വളരെ സമയമെടുത്ത് വളരെ ക്ഷമയോടുകൂടി അത് ഉണ്ടായി വരത്തുള്ളൂ. അതിന് സമയമെടുക്കും. ഇതൊരു പൊട്ടിത്തെറി പോലെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ദിസ് ഇസ് എ സ്ലോ ബേണർ. ഇറ്റ് ടേക്സ് ടൈം ടു ഡെവലപ്പ് എ ഹെൽത്തി ആൻഡ് ലവബിൾ റിലേഷൻഷിപ്പ്. മൂന്നാമത്തേത്, നിങ്ങളിലെ ഒരു കാന്തികമായിട്ടുള്ള ആകർഷണം, ആ ഒരു എഫക്ട് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദി എക്കോയിസം ട്രേറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ പിന്നീട് ഈ നാർസിസ്റ്റിക് അബ്യൂസ് കഴിഞ്ഞ ശേഷം അട്രാക്ട് ചെയ്യുന്നത്? ഇതെന്ന് പറയുന്നത് ഈ ഒരു എക്കോയിസം എന്ന് പറയുന്ന ട്രേറ്റ് എഗ്രിയബിൾനെസ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാർസിസ്റ്റുകളുടെ സാന്നിധ്യത്തിൽ നമ്മളുടെ ഒരു ഫാൾസ് സെൽഫ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അവരുടെ നീഡ്സിനെ കാറ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി, അവർക്ക് എന്താവശ്യമുണ്ടോ അതിന് എപ്പോഴും എന്താ പറയുന്നത്, അതിന് എഗ്രിയബിൾ ആയിട്ട് നിൽക്കുന്ന, അതിന് എന്താ പറയുന്ന ഒരു എക്കോ ചേംബർ എഫക്ട് എന്ന് പറയുന്ന പോലെ അതുപോലെ അതിന് വഴങ്ങി കൊടുക്കുന്ന രീതിയിലുള്ള ഒരാളായിട്ടുള്ള ഒരു വേർഷൻ നിങ്ങൾ മാറിയിട്ടുണ്ടായിരിക്കും. ഈ നാർസിസ്റ്റുകൾ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഇരപിടിയന്മാരാണല്ലോ, പ്രെഡേറ്റേഴ്സ് ആണ് അവർ. അവരൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഇരയെ തന്നെയാണ് അവർ നോക്കുന്നത്. അവർക്ക് വേണ്ടി സ്വന്തം ബൗണ്ടറികളെല്ലാം മാറ്റി കൊടുക്കുന്ന, മാറ്റിവെക്കുന്ന, എല്ലാ കാര്യങ്ങളും ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന, ഓവർ അപ്പോളജൈസ് ചെയ്യുന്ന, എന്ത് ബാഡ് ബിഹേവിയർ കാണിച്ചാലും ടോളറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബാഡ് ബിഹേവിയർ കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാലും അത് ടോളറേറ്റ് ചെയ്യുന്ന ഒരാളെ തന്നെയാണ് അവർ നോട്ടമിട്ടിരിക്കുന്നത്. നിങ്ങളൊരു നാർസിസ്റ്റിക് അബ്യൂസ് കഴിഞ്ഞ ശേഷം വന്നിട്ട് കുറെ സമയം നമ്മൾ അൺലേൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൽ നിന്നുള്ള ഈ ടോക്സിക് ബിഹേവിയേഴ്സ് എല്ലാം നമ്മളിൽ വന്നു ചേർന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ അൺലേൺ ചെയ്യാനായിട്ട് നമ്മൾ സമയം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു പച്ചലൈറ്റ് കത്തിച്ച് കാണിക്കുകയാണ് പ്രെഡേറ്റേഴ്സിനെ വന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതുപോലുള്ള ആൾക്കാർക്ക് വീണ്ടും പിക്ക് ചെയ്യാനായിട്ട്. കാരണം നമ്മളിപ്പോഴും ആ ഫോൺ റെസ്പോൺസിൽ തന്നെയാണ്, നമ്മൾ സബ്മിസീവ് ആണ്. വീണ്ടും എന്ത് കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കാര്യം എല്ലാം മാറ്റി വെച്ച് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത്. അല്ലാതെ നമ്മൾ ഒരു ഈക്വൽ പാർട്ണറായിട്ട് നിൽക്കാനുള്ള അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. അതിനുള്ള സമയം നമുക്ക് തന്നെ കൊടുത്തിട്ടില്ല. ഇതിന്റെ ഫിക്സ് എന്താണ്? ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? നമ്മൾ ഒരു അടുത്ത റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ പാർട്ണറിനെ നമ്മൾ ശരിക്കും ടെസ്റ്റ് ചെയ്യണം. നമ്മൾ
ബൗണ്ടറീസ് വെക്കണം, നമ്മൾ നോ പറയണം, നമ്മൾ നമ്മുടെ അഭിപ്രായം നിങ്ങൾക്ക് പ്രത്യക്ഷമായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ഒരു കാര്യമാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ആവശ്യം നിങ്ങളോട് ഉന്നയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് കൃത്യമായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ് ശീലിക്കുക തന്നെ വേണം. ഒരു ഹെൽത്തി ആയിട്ടുള്ള പാർട്ണർ ആണെങ്കിൽ അവർ നിങ്ങളുടെ നോ തീർച്ചയായിട്ടും റെസ്പെക്ട് ചെയ്യും, നിങ്ങളുടെ ബൗണ്ടറി അവർ കൃത്യമായിട്ടും റെസ്പെക്ട് ചെയ്യും. എന്നാൽ ഒരു ടോക്സിക് ആയിട്ടുള്ള പാർട്ണർ ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വാഗ്വാദങ്ങൾ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ആ നോ ബ്രേക്ക് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. അതിന്റെ പേരിൽ നിങ്ങളെ പണിഷ് ചെയ്യുകയായിരിക്കും അവർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ കണിശമായിട്ടും സൂക്ഷ്മമായിട്ടും നിങ്ങൾ നോ പറയുമ്പോഴുള്ള, നിങ്ങൾ ബൗണ്ടറീസ് വെക്കുമ്പോഴുള്ള ഇവരുടെ റിയാക്ഷൻ എന്താണ്, എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. നാലാമത്തെ കാര്യം ദ സേവിയർ കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. രക്ഷകരായി അവതരിക്കുന്നവർ, രക്ഷകരായി കാണുന്നവർ. നിങ്ങൾ ആ നാർസിസിസ്റ്റിക് അബ്യൂസിൽ വളരെയധികം നെഗറ്റിവിറ്റി കേട്ട് വളരെയധികം ക്രിറ്റിസിസം അനുഭവിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും നിങ്ങൾ ഉണ്ടായിരിക്കുക. ആ അവസ്ഥയിൽ നിങ്ങൾക്കൊരു രക്ഷകനായിട്ട് ഒരാൾ അവതരിച്ചു കഴിഞ്ഞാൽ അയാളടുത്തൊരു പെട്ടെന്നൊരു സ്നേഹം തോന്നാൻ, നിങ്ങളൊരു പൂവർ പാവം വിക്ടിമാണ് നിങ്ങൾ എന്നുള്ള രീതിയിൽ കാണുന്ന ഒരാളുടെ അടുത്തൊരു മമത തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവിടെ അയാൾ നിങ്ങളെ ഫീൽ ചെയ്യിപ്പിക്കുന്നത് ഞാൻ ഒരിക്കലും നിന്റെ ആ ഫസ്റ്റ് പാർട്ണറിനെ പോലെ നിന്നെ ട്രീറ്റ് ചെയ്യില്ല, എന്ത് മോശമായിട്ടാണ് അയാൾ നിങ്ങളോട് ട്രീറ്റ് ചെയ്തത്, ഞാൻ നിന്റെ രക്ഷകനാണ്, ആ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യാം, നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുറക്കാം, നീ എന്നും ആഗ്രഹിച്ച പോലുള്ള ജീവിതത്തിന്റെ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ രക്ഷകനായി അവതരിച്ചു കഴിഞ്ഞാൽ ആ ആളിലേക്ക് നമ്മൾ വീണു പോകാനുള്ള സാധ്യത ഈ ഒരു സാഹചര്യത്തിൽ വളരെ കൂടുതലാണ്. ഇതിനെയാണ് ഒരു റെസ്ക്യൂവർ വിക്ടിം ഡൈനാമിക് എന്ന് പറയുന്നത്. ഇതിന്റെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രക്ഷകൻ പിന്നീട് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരാളായിട്ട് മാറും. കുറച്ചു നാൾ കഴിയുമ്പോൾ ഇവർ പറയും നിനക്കൊരു ഡിസിഷൻ എടുക്കാനൊന്നും പറ്റില്ല, നിനക്ക് കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കാനൊന്നും നീ ആയിട്ടില്ല, അത്രയധികം ഡാമേജ് നീ കഴിഞ്ഞ റിലേഷൻഷിപ്പിൽ അനുഭവിച്ചില്ല, ഇതൊന്നും നീ ഇതുവരെ മാറി വന്നിട്ടില്ല, ഞാൻ പറയാം എന്താ ചെയ്യേണ്ടതെന്ന്, ഞാൻ നിനക്ക് വേണ്ടി ഡിസിഷൻസ് എടുത്തു തരാം. പിന്നീട് പറയും നീ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തൊട്ടാവാടി ആയി പോകുന്നതുകൊണ്ടാണ്, ആ റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പോഴും നീ ഇങ്ങനെ ആ രീതിയിൽ തുടരുന്നതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ നിനക്ക് ചെയ്തു തരേണ്ടി വരുന്നത് കേട്ടോ. ഇവിടെയാണ് നിങ്ങൾ വിക്ടിമിൽ നിന്ന് സർവൈവറിലേക്ക് എത്തിയിട്ട് മാത്രമേ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് കടക്കാവുള്ളൂ, അതിനെപ്പറ്റി ചിന്തിക്കാവുള്ളൂ എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സർവൈവർ ആവുമ്പോൾ, വിക്ടിമിൽ നിന്നും സർവൈവറിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലിയും ഇമോഷണലിയും ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ടാവും, നിങ്ങൾ കൃത്യമായിട്ടുള്ള അവയർനെസ് നേടിയിട്ടുണ്ടാവും. പിന്നീട് നിങ്ങൾ ഒരു പാർട്ണറിനെ നോക്കുമ്പോൾ നിങ്ങൾ പാർട്ണറിനെയാണ് നോക്കുന്നത്, രക്ഷകനെ അല്ല നോക്കുന്നത്. അഞ്ചാമത്തെ കാര്യം സമയം കൊടുക്കുന്നതിന്റെ പ്രാധാന്യമാണ്, ദ 1 year റൂൾ. ഈ നാർസിസ്റ്റുകൾ പെർഫെക്ഷന്റെ മാസ്ക് കുറെ കാലം അണിയുന്നവരാണല്ലോ. ഈ മാസ്ക് വീഴാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പൊ അത് സൈക്കോളജിക്കലി പറയുന്നത് ഒരു 6 മാസം മുതൽ 12 മാസം വരെയാണ് അതിന്റെ ഒരു കാലയളവ് പറയുന്നത്. ആ ഒരു പെർഫെക്ഷൻ മാസ്ക് ഇവരുടെ മാറിയിട്ട് ഇവരുടെ ശരിക്കുള്ള മുഖം, ശരിക്കുള്ള ഇവരുടെ ഫേസ് നിങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ഇതിലെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ മാരേജിനൊക്കെ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ലോങ് ടേം റിലേഷൻഷിപ്പിലേക്കുള്ള വാഗ്ദാനമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ലവ് ബോംബിംഗ് ഫേസിലായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. നിങ്ങളൊരു സ്ട്രേഞ്ചറിന് വീണ്ടും ഒരു ലൈഫ് ടൈം കമ്മിറ്റ്മെന്റ് കൊടുക്കുകയാണ്. ഇവിടെ എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടത്? വളരെ സമയം എടുക്കുക, സമയം കൊടുത്ത് ഇത് ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ചെയ്യേണ്ട കാര്യം. ഇവർ സ്ട്രെസ് ആവുമ്പോൾ എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറുന്നത്, ഇവർക്ക് വയ്യാതാവുമ്പോൾ ഇവരെങ്ങനെയാണ് നിങ്ങളോട് പെരുമാറുന്നത്, നിങ്ങൾ നോ പറയുമ്പോൾ ഇവരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ഇവർക്ക് പണം നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ പൈസയ്ക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്ന അവസ്ഥയിൽ ഇവരെങ്ങനെയാണ് പെരുമാറുന്നത്. ഒരു ഹെൽത്തി പാർട്ണർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെസ്പെക്ട് ചെയ്യും, അത് ബഹുമാനത്തോടു കൂടി നിങ്ങളടുത്ത് സഹകരിക്കുകയും ചെയ്യുന്ന ഒരാളായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ഇങ്ങനെയുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് നിങ്ങളെ കമ്മിറ്റഡ് ആക്കാനും നിങ്ങളുടെ അടുത്ത് റിലേഷൻഷിപ്പിലേക്ക്, ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് കമ്മിറ്റ് ചെയ്യിപ്പിക്കാനും ശ്രമിക്കുകയായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾക്ക് സമയം വേണമെന്ന് പറയുമ്പോൾ അവർ മറ്റ് എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളെ മാരേജിലേക്ക് കടത്താനായിട്ട് ശ്രമിക്കും. ഇതൊരു മാസീവ് റെഡ് ഫ്ലാഗ് ആണ്. ഇത് തുടക്കത്തിലെ തന്നെ നിങ്ങൾ ഡോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സമയമെടുക്കുക, സമയം കൊടുക്കുക. ആ സമയമെടുക്കലും സമയം കൊടുക്കലിനും ഇടയ്ക്ക് നിങ്ങൾ നേടുന്ന അവയർനെസ്സിലൂടെ, നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകളിലൂടെ നിങ്ങൾ വരുന്ന സ്ട്രെങ്ത്, ആ ഒരു ഗട്ട് ഫീലിങ്ങിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇനി അനുഭവിക്കേണ്ട ലവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് സേഫ് ആയിട്ടായിരിക്കണം, സേഫ്റ്റി എന്നുള്ള രീതിയിലായിരിക്കണം. അല്ലാതെ വീണ്ടും ഒരു റോളർ കോസ്റ്റർ എന്നുള്ള രീതിയിലാകരുത് ലവ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇനി ഫീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ആവശ്യം, അല്ലാതെ റോളർ കോസ്റ്റർ റൈഡ് അല്ല നിങ്ങൾക്ക് ആവശ്യം. അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള റെഡ് ഫ്ലാഗ്സ് ഒക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസസ് കമന്റ്സിലൂടെ നിങ്ങൾ അറിയിക്കുക. ഈ ഒരു സ്റ്റേജിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ, കടന്ന് പോകുന്നുണ്ടോ, എങ്ങനെയാണ് നിങ്ങളത് റെഡ് ഫ്ലാഗ്സ് ഇപ്പോൾ സ്പോട്ട് ചെയ്യുന്നത്, ഏത് തരത്തിലാണ് നിങ്ങൾ അതിനെ മനസ്സിലാക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഓരോ നെഗറ്റീവ് സൈൻസും നിങ്ങൾ മൈൻഡിൽ പറയുന്നത്, സ്വയം പറയുന്നത് എന്നൊക്കെയുള്ളത്. അതിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.